ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു പർച്ചേസിങ്ങിന് പോവുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ മാമാൻ്റെ മോളെ കല്യാണമായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എൻ്റെ കുഞ്ഞുമാരെ മക്കളും എല്ലാവരും കൂടെ നമ്മൾ ചെറിയൊരു അത്യാവശ്യം ചെറുതല്ല എന്നാലും കല്യാണത്തിന് സംബന്ധമായി ലെഹങ്ക അങ്ങനെയൊക്കെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇക്കായി മക്കളൊന്നുമില്ല, ഇക്കാക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്തായാലും കുറേ നേരം എടുക്കും, ടൈമാവും. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മാമാരെ ഇവിടേക്കാണ് പോണത്. അതിൻ്റെ ചെറിയ വീഡിയോസും അവിടുത്തെ അവിടുത്തെ കളക്ഷൻസും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിതാ ഇങ്ങനെ ആറ്റിങ്ങലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥലം തിരുവനന്തപുരമാണ്. പക്ഷെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോണത് കൊല്ലത്തുള്ള MK ഫാബ്രിക്സിലാണ്. കല്യാണം ഡേറ്റ് എന്നാണ് ഉള്ളത്? സെപ്റ്റംബർ 9 കല്യാണം. 1.5 മാസമായി കേട്ടോ. ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ഒത്തുപോവാം, നമുക്കെല്ലാം ഒരു കോഡായിട്ട് ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞ്. പക്ഷേ ഓരോ ആൾക്കാർക്കും ഓരോ തിരക്ക് കാരണം നീണ്ടു പോയി. അവസാനം ഡേറ്റ് ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിന്ന് ഗേൾസിന് മാത്രമാണ് എടുക്കണത് കേട്ടോ. അപ്പം ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡോട് വരാനില്ല, കാരണം അറിയാമല്ലോ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ നിന്നാൽ ഇന്ന് എന്തായാലും വൈകുന്നേരം ആവും. എടുത്ത് വരുമ്പോൾ ഒരു ടൈമാവും. അതുകൊണ്ട് മക്കളെയൊന്നും ഞാൻ എടുത്തില്ല. മക്കളൊക്കെ ഞാൻ വീട്ടിലാക്കിയിട്ടുണ്ട്, എൻ്റെ ഉമ്മാരെ അടുത്തുകൊണ്ട് ആക്കി. കാരണം അവരെ കൂടെ കൊണ്ടുവന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചനെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഓടി ഞങ്ങൾക്ക് ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരൊക്കെ വീട്ടിലാക്കി സേഫായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ മൂത്ത മോന് അടുത്ത മാസം കരാട്ടയിലൊരു മത്സരമുണ്ട് തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ അതിൽ നിന്ന് പ്രാക്ടീസ് ഉണ്ട്. 2 മണി മുതൽ 5 മണി വരെ പ്രാക്ടീസിന് ടൈം ആക്കിയിട്ടുണ്ട്. മോൻ അവിടെ ആക്കിയപ്പം അതുകൊണ്ട് എല്ലാം കൂടെ കൊണ്ട് അവരൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ട്. എൻ്റെ കുഞ്ഞുമാരെ മക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരൊക്കെ വേറെ വണ്ടിയിലാണ് വരുന്നത്. എന്താവുമെന്ന് അറിയില്ല, കാരണം എല്ലാവരും ഒരു അഭിപ്രായം വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും. തുണിയാണ് ഒരു ഐഡിയ ഇല്ലാതാണ് പോണത്. എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. ഒരാളെ ഉറപ്പിച്ച് മതി, അടുത്ത ആൾ തുണി മതി. ഓരോ ആൾക്കാർ ഓരോ ഇനി അവിടെ ചെന്നിട്ട് എന്തായാലും കോടാകുമ്പോൾ ഒരേ കണക്കല്ലേ ഇടാൻ പറ്റുള്ളൂ. അവസാനം ഞങ്ങൾ ഡിസിഷനിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരേ കളറിന് എടുക്കാം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്ക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പോണ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങളിത് ആ പൂവമ്പാറ പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് പൂവമ്പാറ പാലം. ഇത് തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. ഈ പൂവമ്പാറ പാലത്തിനടുത്ത് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഈ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ ഈ ക്ഷേത്രത്തിനടുത്ത് വന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ കുടുംബകാര്യങ്ങളും ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് കേട്ടോ കല്ലമ്പലം. ഞാൻ പഠിക്കാൻ വന്ന ആ സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റമായി. അതായത് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡ് ഏത്, അത് വഴി ഏത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡൊക്കെ കിടക്കുന്നത്. അത് 2 വർഷം ഞാൻ ഇവിടെയാണ് പഠിച്ചത്. കല്ലമ്പലം റോസ്റ്റേൽ എന്ന് പറയും, DLED, അതായത് പണ്ട് TTC. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മാറ്റിമറിച്ച 2 വർഷമാണെങ്കിൽ പറയാൻ കേട്ടോ ഈ DLED കോഴ്സ് എന്ന് പറയുമ്പോൾ. കാരണം ഒരു സ്റ്റേജിൻ്റെ മുമ്പിലായാലും അല്ലെങ്കിൽ കുറേ പേര് ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിലായാലും എനിക്ക് പോകാൻ ഭയങ്കര ഒരു പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എന്തോ ഈ ഒരു കോഴ്സ് എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉൾക്കൊള്ളാനും കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ടീച്ചിങ് പ്രാക്ടീസൊക്കെ പോയപ്പം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുട്ടികളൊന്ന് മനസ്സിലാക്കാനും ഒന്ന് പഠിപ്പിക്കാനൊക്കെ പറ്റിയതിലൂടെ തന്നെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും എൻ്റെ ഫേസ് കാണിച്ച് എനിക്ക് നിങ്ങളുടെ മുമ്പിലൊക്കെ വരാനുമുള്ള ഒരു ധൈര്യം എനിക്ക് തന്ന ഈ കോഴ്സാണ് കേട്ടോ. എനിക്ക് ആ 2 വർഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല, എൻ്റെ ഈ പഠിത്ത കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഒരു സുവർണ്ണ അവസരമായിട്ടാണ് ഞാൻ ഈ 2 വർഷത്തിന് കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് എന്തോന്നാണ് പഠിപ്പിക്കാൻ പോയതിലൂടെ തന്നെ എൻ്റെ മക്കളെ പഠിപ്പിക്കാനും ഓരോ കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസും, അതുപോലെ തന്നെ എങ്ങനെ പഠിപ്പിക്കണം, ഏത് രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ള എല്ലാം ഒരുപാട് ടീച്ചിങ് പ്രാക്ടീസ് പോകുന്നത് അത്രയും നമുക്ക് ടീച്ചർമാർ ഒരുപാട് എന്തോന്നാണ് ടീച്ചിങ് മാനുവലായാലും അതെല്ലാം സ്വന്തമായിട്ട് എഴുതാനും കുട്ടികൾ മുമ്പിൽ പോയി പഠിപ്പിക്കാനും എല്ലാം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾക്കെല്ലാം വിശന്ന് തുടങ്ങി കേട്ടാ. ഞങ്ങളന്ന് ഫുഡ് കഴിക്കാതെയാണ് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു. അങ്ങനത്തെ 7-Up അതുപോലെ തന്നെ ലേസൊക്കെ വാങ്ങിച്ച് അങ്ങ് മോക്ക് കൊടുത്തപ്പോൾ പറഞ്ഞ് കുഞ്ഞുമാരെ മോളാണേ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങ് സാപ്പിട്ടു. ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾക്കൊരു 8-ന്റെ പണി തന്നതാണ് ഈ റെയിൽവേ ട്രാക്ക്. ഞങ്ങൾ ആദ്യം ഒരു ട്രെയിൻ വന്നപ്പോൾ അതങ്ങ് എൻജോയ് ചെയ്ത് കേട്ടോ. ആ ട്രെയിൻ പോകുന്ന വീഡിയോ ഒക്കെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങൾ 20 മിനിറ്റാണ് അതായി ഈ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടിയിൽ അതിൻ്റെ അകത്ത് ചൂടും സഹിച്ചിരുന്നത്. ആദ്യം ഒരു ട്രെയിൻ പോയി, പിന്നെ അടുത്തത്, അങ്ങനെ 3-4 പോയായിരുന്നു. 2 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൊല്ലത്തുള്ള MK ഫാബ്രിക്സിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ കളക്ഷൻസൊക്കെ എങ്ങനെയാണെന്നും അവിടുത്തെ പ്രൈസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയി നോക്കിയാലോ.
അപ്പോൾ ഞങ്ങൾ എനിക്ക് ഫാബ്രിക്സ് എത്തിയിട്ടുണ്ട്. ആദ്യം മോഡൽ ലെഹങ്ക സെക്ഷനാണ്. ഇവിടെ 1250 മുതൽ 1 ലാഖിന് അകത്തുള്ള കളക്ഷൻസ് ഉണ്ട്. നമുക്ക് കളക്ഷൻസ് ഒക്കെ കണ്ടേ. ഞാൻ ട്രൈ ചെയ്ത 2-3 ഡ്രസ്സ് കാണിച്ചു തരാം. ആദ്യം എന്താ ഇത് ലെഹങ്കയാണ്. ഇതിൻ്റെ പ്രൈസ് വന്ന് 2500-നകത്താണ്. നല്ല പീച്ച് കളറായിരുന്നു, അത്യാവശ്യം നല്ല വർക്കും ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമതെടുത്തത് ഈ ഒരു അറബിക് ലാച്ചയാണ്. അറബിക് ലാച്ച നല്ല പീക്കോ കളറാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 5000-നകത്താണ്. പിന്നെ ഇതാ ഈ ഒരു ലെഹങ്കയാണ്. ഇത് നല്ല ഭംഗി, അതുമാതിരി എന്തോന്നാണ് യെല്ലോ കളറാണ് ഇത് വന്നിട്ടുള്ള. യെല്ലോ കളറും അത്യാവശ്യം നല്ല ഹെവി വർക്കും ആയിരുന്നു. ഇത് വന്നിട്ടുള്ളത് എൻ്റെ റേറ്റ് ഒരു 10,000-നകത്താണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതാ ഞങ്ങൾക്ക് റെഡിമെയ്ഡ് ടോപ്സുകൾ പല റേറ്റിനും ഉണ്ട്. നമുക്ക് കുറഞ്ഞതായാലും അത്യാവശ്യം കൂടുതൽ 599, 699 അങ്ങനെ പല റേറ്റിനും നമുക്ക് അഫോർഡബിളായ പ്രൈസിൽ റെഡിമെയ്ഡ് ടോപ്സൊക്കെ ഉണ്ടായിരുന്നേ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഞങ്ങൾ ഈ കളക്ഷൻസ് കണ്ടതിന് ശേഷം എൻ്റെ കുഞ്ഞുമാരെ നമുക്ക് ലെഹങ്ക വേണ്ട, ചുരിദാർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചുരിദാർ സെക്ഷനിലോട്ട് പോയി. അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ചുരിദാറിൻ്റെ തന്നെ. ഒരുപാട് പല റേറ്റിനും നമുക്ക് ഈ എന്തോന്നാ സാധാ ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഫങ്ഷൻസും പറ്റിയ ഇഷ്ടംപോലെ നല്ല ചുരിദാർ കളക്ഷൻസ് ഞങ്ങളുടെ കണ്ടായിരുന്നു. അതെല്ലാം ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ട കളക്ഷൻസാണ്. ഇതൊക്കെ അവർ കൈ വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബ്ലൂ കളറുള്ള നല്ല അടിപൊളി ടോപ്പാണ്. ഇതാണ് താത്ത. താത്താക്ക് ചുരിദാർ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചുരിദാറൊക്കെ വെച്ച് നോക്കിയാണ്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ എൻ്റെ കുഞ്ഞുമാരെ മക്കളാണ് ഇവിടെയൊക്കെ, അവരേതായ ലോകത്താണ് ഓട്ടവും ചാട്ടവും കളിയും. ഹലോ ഹായ്, ഇതൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ലെഹങ്കാസ് ആണ്. ഇതെല്ലാം ഫോർട്ട് കൊട്ടാരം ബേസിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്, മുഗൾ സിസ്റ്റം ബേസിലാണ് ചെയ്തേക്കുന്നത്. ഈ ലെഹങ്കയിൽ വന്നേക്കുന്നത് പീകോക്കും ഫ്ലവർ ബേസിലാണ് ഞങ്ങൾ ഈ ലെഹങ്ക ചെയ്തേക്കുന്നത്. ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് വെൽവെറ്റ് അല്ലെങ്കിൽ കോർഡ്രോയ് മെറ്റീരിയലാണ്. പിന്നെ ഇതൊക്കെ ഞങ്ങളെ സെലിബ്രിറ്റി കളക്ഷൻസിലുള്ള വേറൊരു പ്രീമിയം ലെഹങ്കാസ് ആണ്. ഈ കളറിന്റെ പേര് ഐസ് ബ്ലൂ. ഇത് ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന സ്പെഷ്യലായിട്ട് ചെയ്യുന്ന എഡിഷൻ ആണ്. ഇതിന്റെ കൂടെ ഫ്രീ കൊടുക്കുന്ന ഈ ബാഗ് മാത്രം പുറത്ത് ഡിസൈൻ ചെയ്യാൻ ഒരു ഡിസൈനേഴ്സ് ചോദിക്കുന്നത് 19-25 ഒക്കെയാണ്. ഞങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ തന്ന ഈ ഫുൾ ലെഹങ്കയും ഇതും ഫ്രീ ഇതിനൂടെ നിങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഒരു വേറെ എഡിഷൻ ആണ് ഈ ഗോൾഡ് ബേജ് എഡിഷൻ. ബേജ് എന്നാണ് ഇതിന് പറയുന്ന കളറിന്. നല്ല എൻക്വയറി കോഴിക്കോട് നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ എൻക്വയറി ഉള്ള കളേഴ്സിലായതുകൊണ്ട് നമ്മൾ ഈ കളറൊക്കെ നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട്. ഇതിന്റെ കൂടെ ബാഗ് ഫ്രീ ആണ് വിത്ത് പേൾ ഫിനിഷ് ഹാൻഡിൽസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാൻഡി കളർ കളക്ഷൻസും ഒരുപാടുണ്ട്. ക്യാൻഡിനകത്ത് തന്നെ എന്താ പറയുക, ചിലർ ചോദിക്കാറുണ്ട് ക്യാൻഡി കളറിൽ ഗ്രീൻ മാതിരി ബോർഡേഴ്സ് ഒക്കെ വെച്ച് തരാൻ പറ്റും ചോദിക്കുമ്പോൾ നമ്മൾ അതേപോലെ എഡിഷൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ചിലർക്ക് വന്ന് ബീച്ച് ആയിട്ടുള്ള വർക്ക് അവർ ചോദിക്കുമ്പോൾ നമ്മൾ ബീച്ച് ആയിട്ടുള്ള വർക്കുകൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. കൂടുതലും ബേസും സ്റ്റോണുമാണ്. അപ്പം അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ റിലേറ്റഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഡാർക്കർ വേണമെങ്കിൽ ഡാർക്കർ ഷെയ്ഡുകൾ തരാം. അതാ കണ്ടില്ലേ, ഡാർക്കർ ഷെയ്ഡുകൾ വേണമെങ്കിൽ ഡാർക്കർ തരാം. ഇതെല്ലാം 1.5 മാസം ടൈം എടുത്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഞങ്ങളെല്ലാം ഹോൾസെയിൽ പ്രൈസിനാണ് ഇവിടെ ഈ കടയിൽ ഞങ്ങൾ നൽകുന്നത്. പിന്നെ അപ് ടു 60-70% ഓഫ് ഉള്ള ഐറ്റംസും ഈ കടയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ബിക്കോസ് ഞങ്ങൾ ഓഫർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഇവിടെ 3 മണിക്ക് കയറിയതാണ്. മണി ഇപ്പം എത്ര 6:45, 7 മണി അടിച്ചായി. ഞാൻ അതേ പറഞ്ഞില്ലേ, നമ്മൾ സെറ്റായിട്ട്, അതായത് നമുക്ക് ഡ്രസ് കോഡ് അനുസരിച്ചാണ് എടുക്കാൻ അവിടെ വന്നത്. അവസാനം എല്ലാവരും ഓരോ ലെഹങ്ക എടുത്ത്, ലെഹങ്ക ഓരോ ആൾക്കാരും ഓരോ കളറെടുത്ത്. എന്നാലും സാരമില്ല, ലെഹങ്കയിൽ ഒതുക്കിയിട്ടുണ്ട്. ശേഷം സത്യം അവനെ കണ്ണ് കാണാൻ വയ്യാട്ടാ. ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും കഴിച്ചാൽ എനർജി ഉള്ളത് മൊത്തത്തിൽ ടോപ്പായി. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം പാക്ക് ചെയ്തൊക്കെ വന്നപ്പോൾ രാത്രി 9 മണിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ബലൂൺസൊക്കെ കൊച്ചുങ്ങൾക്ക് കണ്ട ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തു കേട്ടോ. അവ എല്ലാം ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. കുറേ നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടു കിട്ടിയത്. കാരണം നമുക്ക് പാർക്കിംഗ് എല്ലാം വേണമല്ലോ. ഞങ്ങൾ 4 കാറിലായിട്ടാണ് പോയത്. അവസാനം സൽവ ചിക്കൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. ഇതാണ് എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ മാമായും മാമിയും അവരുടെ ഫ്രണ്ട്സും എൻ്റെ കുഞ്ഞുമാരുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നേ. എനിക്ക് വീഡിയോയിൽ അവരെ എന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല, കാരണം ഡ്രസ്സ് എടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഓരോ സെക്ഷനിലായിരുന്നു. അവസാനം എല്ലാവരും ഒത്തു കിട്ടിയത് ഫുഡ് കഴിക്കാൻ നേരത്താണ്. കണ്ടോ, ഇതാണ് റിലേറ്റീവ്സ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ നല്ല അടിപൊളി ബെറോട്ടയും അതുപോലെ ചിക്കനും ഗ്രേവിയൊക്കെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ അവർക്ക് ഓരോ ഇഷ്ടപ്പെട്ട അൽഫാം അങ്ങനെ പല ഇതും അവർ വാങ്ങി കഴിച്ചായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്ന വീട്ടിലോട്ടാണേ. ഇന്നലെ വൈൻഡപ്പ് എടുത്തില്ലായിരുന്നു, കാരണം ഞങ്ങൾ വീടെത്തിയപ്പോൾ തന്നെ ഒരു രാത്രി 11:45, 12 മണിയായിരുന്നു.
അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുറകെ നല്ല വീഡിയോയും വ്ളോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബായ്.